കണ്ണൂർ സിറ്റി പ്രവാസി കൂട്ടായ്മ കൈകോർത്തപ്പോൾ ആ നാട്ടിലെ ഒരു കുടുംബത്തിൻ്റെ വീടെന്ന സ്വപ്നം പൂവണിഞ്ഞിരിക്കുകയാണ്. പുറമേ നിന്ന് ഒരു പിരിവും സ്വീകരിക്കാതെ കൂട്ടായ്മയിലെ അംഗങ്ങളുടെ സമ്പാദ്യത്തിൻ്റെ ഓരോ വിഹിതം മാറ്റിവെച്ചാണ് ഈ ഒരു മാതൃകാ പ്രവർത്തനം പൂർത്തിയാക്കിയത്. കണ്ണൂർ സിറ്റി പ്രവാസി കൂട്ടായ്മ ഭാരവാഹികൾ നമ്മളോടൊപ്പം ഉണ്ട്. അങ്ങനെ ആ ഒരു കുടുംബത്തിൻ്റെ സ്വപ്നം പൂവണിയുകയാണ്. നിങ്ങൾ അതിൻ്റെ ഒരു ഭാഗമായി തീർന്നു. എങ്ങനെയായിരുന്നു ഈ പ്രവർത്തനം? നമ്മുടെ ഒരു 5-8 വർഷത്തിന് മേലെയായി KCPK എന്ന സംഘടന കണ്ണൂർ സിറ്റി പ്രവാസി കൂട്ടായ്മ ദുബൈയിൽ രൂപീകരിച്ചിട്ട് അതിനുശേഷം നമ്മൾ പല ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്കും പലതായിട്ട് ചെയ്തിട്ടുണ്ട്. രോഗികളായ ആൾക്കാർക്ക് വേണ്ടിയിട്ടും പിന്നെ മറ്റുള്ള കല്യാണ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ടും പല കാര്യങ്ങൾക്കും നമ്മൾ പലതും ചെയ്ത് കൂട്ടിയിട്ടുണ്ട്. അതിൻ്റെ ഇടയിൽ പിന്നെ ഇത് ഇങ്ങനൊരു വീട് പിന്നെ അർഹതപ്പെട്ട ആൾക്ക് ഒന്ന് വേണ്ടി വന്നത് നമ്മൾ ആദ്യം കൊടുത്തു, ഒരു വീട് എടുത്ത് കൊടുത്തിരുന്നു. ഇത് രണ്ടാമത്തതാണ്. ഇത് നമ്മൾ തുടങ്ങിയിട്ട് കുറച്ച് ഒരു 5-8 മാസമായി ഇത് പണി ഫിനിഷാക്കാൻ വേണ്ടിയിട്ട്. ഇപ്പോഴെല്ലാം പൂർത്തിയായി. ഇൻഷാ അല്ലാഹ് നാളെ അവർ ഇവിടെ വീട്ടിലേക്ക് കയറുന്നുണ്ട്. അപ്പം നമുക്ക് എല്ലാവർക്കും നമ്മുടെ സംഘടനകളിൽ എല്ലാവർക്കും ഇതൊരു വലിയൊരു പിന്നെ സന്തോഷമാണ്. ഇങ്ങനെ ഈ കാര്യങ്ങൾ ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്ക് നമ്മൾ പിന്നെ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യുന്നത് പിന്നെ എല്ലാവർക്കും നമ്മുടെ നാട്ടുകാർക്കും നമ്മുടെ ദേശക്കാർക്കും എല്ലാവർക്കും ഭയങ്കര ഒരു ഇതാണ്. നമ്മുടെ KCPK എടുത്തു കൊടുക്കാൻ വേണ്ടി അപേക്ഷകനെ എങ്ങനെയാണ് കണ്ടെത്തിയത്? അത് നമ്മുടെ ഒരു എക്സിക്യൂട്ടീവ് മെമ്പർ അടുത്ത് ഉണ്ടായ ഒരാളാണ്. അവർക്കെല്ലാം നന്നായിട്ട് അറിയുന്ന ആളാണ്. അപ്പോൾ ആ രീതിയിലാണ് നാട്ടുകാരൻ കൂടെയാണ്, നമ്മുടെ നാട്ടുകാരും കൂടിയാണ്, ഇവിടെ അടുത്ത് തന്നെ താമസിക്കുന്നത്. അപ്പോൾ അത് അങ്ങനെ അറിഞ്ഞും കൊണ്ടാണ് നമ്മൾ ഇത് അർഹതപ്പെട്ട ആളാണെന്ന് കണക്കിലെടുത്തുകൊണ്ടാണ് നമ്മൾ ഇതിന് ഇറങ്ങിയത്. പിന്നെ ഇപ്പം എന്താ പറയുക, ഈ ഇത്രത്തോളമായി ഇനി ഇൻഷാ അല്ലാഹ് അവർ വളരെ സന്തോഷത്തോടെ അവരെ മക്കളും കൂടി ഇവിടെ നല്ല സന്തോഷത്തോടെ താമസിക്കട്ടെ എന്നാണ് നമ്മുടെ എല്ലാവരും ആഗ്രഹം. അതിന് പഠിച്ച വിധി വിട്ടട്ടെ. അതായത് വീടിൻ്റെ എല്ലാ പണിയും കൂട്ടായ്മ തന്നെയാണ് തീർത്തു കൊടുത്തത് അല്ല? എല്ലാ സാമ്പത്തിക ചെലവും വഹിച്ചത് പ്രവാസി കൂട്ടായ്മയാണ്? എല്ലാം നമ്മൾ തന്നെ ചെയ്ത് എല്ലാം ഫിനിഷ് ചെയ്ത് കൊടുത്തു. കംപ്ലീറ്റ് ഈ വീട് പോലെ ആക്കി കൊടുത്തത് നമ്മളാണ്. ബാക്കി എന്താണെന്നുള്ളത് അവരെ പോയിട്ട് നിങ്ങൾ ഇത് ഏറ്റെടുക്കുന്ന സമയത്ത് എങ്ങനെയായിരുന്നു ഉണ്ടായിരുന്നത്? ഇത് നമ്മൾ ഏറ്റെടുക്കുന്ന സമയത്ത് ഇവിടെ ഒരു തറ മാത്രമേ ഉണ്ടായിരുന്നു. അവർക്കാരോ സ്പോൺസർ ചെയ്ത് കൊടുത്താണ് മറ്റേ തറയും സ്ഥലമൊക്കെ. പക്ഷെ പിന്നെ അവർക്ക് പൊന്തിക്കാനുള്ള ഇതുണ്ടായിട്ടില്ല, സാമ്പത്തിക ശേഷിയില്ല. അങ്ങനെയാണ് നമ്മളെ സമീപിക്കുന്നതും പിന്നെ നമ്മളത് ഏറ്റെടുക്കുന്നതും. കണ്ണൂർ സിറ്റി പ്രവാസി കൂട്ടായ്മ എന്ന് പറയുമ്പോൾ നിരവധി ചാരിറ്റി പ്രവർത്തനങ്ങൾ നടത്തിയിട്ടുണ്ട്. ഇതൊക്കെ കണ്ണൂർ സിറ്റിക്കകത്തുള്ള ആ നാട്ടിലുള്ള ആളുകളെ സഹായിക്കുക എന്നുള്ളൊരു ഉദ്ദേശത്തോടു കൂടിയാണല്ലേ? അതെ, തീർച്ചയായിട്ടും കണ്ണൂർ സിറ്റി പ്രവാസി കൂട്ടായ്മ ചെയ്തു വരുന്നത് ഒരു 90-95% കണ്ണൂർ സിറ്റിയുടെ എന്താ പറയണ്ടേ ഹൃദയഭാഗത്ത് നിന്ന് തന്നെയാണ് ചെയ്തത്. ഒരു 5% നമ്മൾ കാരണം കൈനീട്ടി വരുന്നവരെ നമ്മൾ ഒരു കാരണവശാലും മടക്കാൻ പാടില്ല എന്നുള്ള ആ ഒരു ഇതുകൊണ്ട് നമ്മൾ പുറത്ത് വരുന്നവരും നമ്മൾ ആരും തന്നെ ഇതാക്കില്ല. പക്ഷെ പൂർണ്ണമായിട്ടും 100% അവരെ പ്രയാസങ്ങൾ മനസ്സിലാക്കിയിട്ട് അവർ 100% നമ്മൾ തീർത്തു കൊടുക്കുന്നത് കണ്ണൂർ സിറ്റിയിലുള്ള മുഴുവൻ ആൾക്കാരത് തന്നെയാണ്. ഈ കണ്ണൂർ സിറ്റി പ്രവാസി കൂട്ടായ്മയിൽ അംഗങ്ങളെല്ലാം സിറ്റി നിവാസികളാണോ? എങ്ങനെയാണ് നിങ്ങളുടെ സംഘടനയുടെ പ്രവർത്തനങ്ങളൊക്കെ? അതെ, കണ്ണൂർ സിറ്റി പ്രവാസി കൂട്ടായ്മേൻ്റെ തലപ്പത്തിരിക്കുന്നവരും അതേപോലെ തന്നെ കണ്ണൂർ സിറ്റിയിലുള്ള ഒരു 3-4 കിലോമീറ്റർ ചുറ്റളവിലുള്ള ആൾക്കാർ തന്നെയാണ് ഈ ഇതിലുള്ളതും ഇതിൽ പ്രവർത്തിക്കുന്നതും. അതിലൊരു 5-10 ആളോളം ഇതിൻ്റെ മെയിൻ ഹെഡായിട്ട് ഇങ്ങനെ ഇരിക്കുന്നുണ്ടെന്ന് മാത്രം. അതല്ലാതെ അവരുമായിട്ട് വേർതിരിഞ്ഞിരിക്കുക ഇപ്പം എൻ്റെ ഏജ് എന്ന് പറയുന്നത് വളരെ ചെറിയൊരു ഏജാണ്. പക്ഷെ അതേ സമയത്ത് ഈ പറഞ്ഞ 10 ആൾ മുതിർന്ന ആൾക്കാരാണ്. പക്ഷെ അവർക്ക് അങ്ങനത്തെ ഒരു വേർതിരിവോ കാര്യങ്ങളോ ഒന്നും തന്നെ ഇല്ലാതെ ഒരുമിച്ച് നിന്ന് പ്രവർത്തിക്കുക എന്നുള്ളതാണ്. അതുപോലെ തന്നെ എന്താ പറയണ്ടത്, ദൈവം സഹായിച്ച് സാമ്പത്തികമായിട്ടും അവർക്ക് പഠിച്ചോൻ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ആരും ഈ പരസ്യമായിട്ടുള്ള ഒരു എന്താ പറയണ്ടേ സംഭാവന എടുക്കുകയോ ചാരിറ്റിക്ക് ആവശ്യം വന്നു കഴിഞ്ഞാൽ എന്തെങ്കിലും ആരുടെ ചോദിക്കുക ഒന്നുമില്ലാതെ അത് ചിലപ്പം എന്തെങ്കിലും ഒരു ആവശ്യം വന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ ഒരാൾ ഏറ്റെടുത്തിട്ട് പറയുമ്പോൾ ഓക്കെ അത് ഞാൻ ഫിനിഷ് ചെയ്ത് കൊടുക്കാമെന്ന് പറയും. എന്നല്ല അതൊരു ഹ്യൂജ് എമൗണ്ട് ആണെങ്കിൽ എല്ലാവരും നീ എത്ര എടുക്കും അങ്ങനെ എടുത്തിട്ട് ആ ഒരു 10 ആൾ തന്നെ എടുത്തിട്ട് കംപ്ലീറ്റ് ഡിവിഷൻ തീർക്കും. പക്ഷെ അതിൻ്റെ പേര് നമ്മൾ കൊടുക്കുന്നത് കണ്ണൂർ സിറ്റി പ്രവാസി കൂട്ടായ്മ ചെയ്തു എന്നുള്ളത് മാത്രമാണ്. അതല്ലാതെ ഇന്നയാൾ ചെയ്തു അങ്ങനത്തെ ഒന്നും തന്നെ ഇല്ല. ചാരിറ്റി പ്രവർത്തനങ്ങൾക്ക് ഉപയോഗിക്കുന്ന ഫണ്ട് എന്ന് പറയുന്നത് അംഗങ്ങളുടെ സമ്പാദ്യത്തിൻ്റെ ഒരു വിഹിതമാണ്, മറ്റു പുറമേ നിന്ന് ഫണ്ടുകളൊന്നും സ്വീകരിക്കുന്നില്ല? ഇല്ല, അങ്ങനത്തെ ഒരു ഉറുപ്പ്യ പോലും വേറെ പുറത്തുനിന്നുള്ള ഒരു ഫണ്ട് നമ്മൾ സ്വീകരിക്കാറില്ല, നമ്മൾ ചോദിക്കാറില്ല. അത് നമ്മൾ അധ്വാനിച്ചിട്ടുണ്ടാക്കുന്ന ഒരു വിഹിതം തന്നെയാണ് നമ്മൾ ഇതിലേക്ക് നമ്മൾ ഉപയോഗിക്കുന്നത്. നിരവധി ചാരിറ്റി പ്രവർത്തനങ്ങൾ നടത്തിയിട്ടുണ്ട്. മരുന്ന് വേണ്ടവർക്ക് മരുന്ന്, അതുപോലെ ഇത് രണ്ടാമത്തെ വീടാണ്. ആ നാട്ടിലുള്ള ആളുകൾക്ക് വേണ്ട എല്ലാ സഹായങ്ങൾക്കും
മുൻപന്തിയിൽ ഉണ്ടാവുമെന്നാണ് സംഘടനയുടെ ഭാരവാഹികൾ പറയുന്നത്. ക്യാമറ പേഴ്സൺ നവീനോടൊപ്പം മുഹമ്മദ് സൈഫുള്ള, പ്രൈം 21.